ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്ന് കരഞ്ഞു വീഴുന്നത് എൻ്റെ വീട്ടുകാർ കേൾക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ PSC പഠിക്കുന്നവർ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് പഠിക്കുന്നവരെ നിങ്ങൾ ആദ്യം തന്നെ എക്സാം എഴുതി ആദ്യം തന്നെ ജോലി കിട്ടിയവരാണ് നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം ബാക്കി എല്ലാവരും ഇവിടെ പഠിച്ച് പുഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് കൂടും. ഇപ്പോഴത്തെ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺഫ്യൂഷൻസ് ഇപ്പോൾ വളരെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ച് കോൺഫിഡൻ്റായി നമ്മൾ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങും, മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ നമ്മളൊരു ആവറേജ് മാർക്കിൽ സ്റ്റെക്കാവും. ഒരു 30, 35, 40 വരെയുള്ള മാർക്കിൽ നമ്മൾ കുറേ കാലം സ്റ്റെക്കാവും. അതിൽ നിന്ന് ഒരു മാർക്ക് കൂടാൻ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു ലിസ്റ്റിൽ വന്ന് നമുക്ക് ആ ലിസ്റ്റിൽ ജോലി കിട്ടാതിരിക്കാം. അപ്പോൾ കിട്ടുന്നവർ അവരുടെ ജോലിയായിട്ട് പോകും, കിട്ടാത്തവർ ഒന്നില്ലെങ്കിൽ അവർ നിർത്തിപ്പോവും, അടുത്ത പരിപാടി നോക്കും, അല്ലെങ്കിൽ പഠനം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. കാരണം ഒന്നാമത് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്നിൽ ജോലി കിട്ടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ വല്ല മേഖലകളും ജോലിക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒറ്റയ്ക്കാവുന്നൊരവസ്ഥ വരും. കഷ്ടകാലത്തിൽ നമുക്ക് ഏജ് കൂടുതലാണെങ്കിലോ നമ്മൾ മിഡിൽ ക്ലാസ് ആണെങ്കിലോ പിന്നെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് സ്റ്റേജാണ്. പഠിക്കാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ ചിന്തിച്ച് പണ്ടാറടക്കും. പിന്നീട് നമ്മൾ മോട്ടിവേഷൻ എല്ലാം കേട്ട് വീണ്ടും പഠിക്കാതിരിക്കും. ഈ കൺസിസ്റ്റൻസി പീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ സങ്കടം വന്നാലും ഇത് പഠിക്കാൻ പറ്റില്ലാത്ത എന്തവസ്ഥ വന്നാലും പഠിക്കണം. അതാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. ഏതവസരത്തിലും പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാണ്ട് എക്സാംസ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില സമയം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്ത് നമുക്ക് കരച്ചിൽ, സങ്കടം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പഠിക്കാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നൈറ്റൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളും നമ്മളിപ്പോൾ ഒന്നും ആവാത്ത അവസ്ഥയൊക്കെ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നമുക്ക് ചിലപ്പോൾ കരച്ചിലൊക്കെ വരും. അപ്പോൾ അതങ്ങ് ആരും കാണാണ്ട് കരഞ്ഞ് തീർക്കുക. കുറേ അങ്ങ് കരഞ്ഞൊക്കെ തീർക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും, വീണ്ടും പഠിക്കാൻ പറ്റും. ഞാൻ തന്നെ 2 ദിവസം മുന്നേ കരഞ്ഞിട്ടേ ഉള്ളൂ. ആരും കരയുന്നതും വലിയ തെറ്റൊന്നുമല്ല. നന്നായിട്ട് കരയുക, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, വീണ്ടും പഠിക്കാതിരിക്കുക. എങ്കിൽ നല്ല വിഷമം വരികയാണെങ്കിൽ ആരും കാണാണ്ട് നന്നായിട്ടൊന്ന് കരയുക, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, വീണ്ടും പഠിക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ. ബാക്കി എത്ര മോട്ടിവേഷൻ കേട്ടാലും ചില സമയം നമ്മുടെ ഇമോഷൻസിനെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ആ മനസ്സിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ കരഞ്ഞോ ഒക്കെ തീർന്നാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, വീണ്ടും പഠിക്കാതിരിക്കുക.